എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു എഗ്ഗ് ഊത്തപ്പം ഉണ്ടാക്കാം. പാൻ ചൂടായി അതിലേക്ക് നമ്മൾ ഒരു 3 തവി മാവ് ഒഴിച്ചു. ഇനി അതിലേക്ക് നമ്മൾ സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. മുട്ട കൊണ്ടാണ് ഈ ഊത്തപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി ഊത്തപ്പം, നമ്മൾ ഓനിയൻ ഊത്തപ്പം, ക്യാരറ്റ് ഓനിയനും കൂടിയിട്ട് ടൊമാറ്റോ വെച്ചിട്ട് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ മുട്ട വെച്ചിട്ട്, പുഴുങ്ങിയ മുട്ട മുറിച്ചിട്ട് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണിത്. ഇനി ഓനിയൻ ഇട്ടു, പിന്നെ നമ്മൾ മുട്ട ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറിച്ചിടുമ്പോൾ ഊരി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ മുട്ട വെച്ച് കൊടുത്തു. ഇതേപോലെ അമർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറിച്ചിടുമ്പോൾ അത് ഊരിപ്പോരില്ല. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ഇഡ്ഡലി കഴിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചമ്മന്തിപ്പൊടി ഉണ്ടല്ലോ, അത് ഒന്ന് തൂവി കൊടുക്കുക. ഇതുപോലെ ഒന്ന് എല്ലായിടത്തും തൂവി കൊടുക്കാം. ആവശ്യക്കാർക്ക് ഇത്തിരി കൂടുതൽ, ഞാൻ ലേശം കൂടുതൽ ഇടുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുത്തു. ഇനി ഇത് ഒരു പുറം വെന്ത് വരുമ്പോൾ നമുക്കത് മറിച്ചിടാം. ഒരു പുറം വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മളിനി മറിച്ചിട്ട് കൊടുക്കാം. ഇനി ആ പുറം കൂടി വെന്ത് വരട്ടെ. ഇനി നമ്മൾക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു. നല്ല ചൂട് ആവി പറക്കണ മുട്ടയുടെ ഊത്തപ്പം, മുട്ടയും സവാളയും കൂടിയിട്ടുള്ള ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അത്താഴത്തിൻ്റെ കൂടെയോ രാവിലെയോ എപ്പോൾ വേണമെങ്കിലും 4 മണിക്കോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.